ഓക്കെ ഗൈസ്, ഇവിടെ ഇപ്പം നമുക്ക് കുറച്ചേരം ഇരുന്ന് ടി വി കാണട്ടാ. ഒരു മിനിറ്റ്, എന്നെ ആരും വിളിക്കണ്ടല്ലോ. ഇതാ മറ്റേ ഷോറൂമിലെ മാനേജർ അല്ലേ? ഹലോ ചേട്ടാ, എന്താ വിളിച്ചേ? എടാ ജാക്കേ, അത് പിന്നെ എൻ്റെ ഷോറൂമിൽ ഒരു പുതിയ വണ്ടി വന്നു. അത് മറ്റേ ലംബോർഗിനി ഉറൂസ. നിനക്ക് ആ വണ്ടി മേടിക്കാൻ താല്പര്യമുണ്ടോ? ലംബോർഗിനി ഉറൂസാ? ആ ചേട്ടാ, എനിക്ക് ആ വണ്ടി മേടിക്കാൻ താല്പര്യമുണ്ട്. ചേട്ടൻ പിന്നെ ഫ്രീ ആയിട്ട് തരില്ലെന്ന് നന്നായിട്ട് അറിയാം. ആ കാറിന് എത്ര റേറ്റ്? ആ കാറിന് അധികമൊന്നുമില്ല, ആകെ 5 കോടി മാത്രമേ ഉള്ളൂ. നിന്റെ കയ്യിൽ 5 കോടി ഉണ്ടെങ്കിൽ അതും കൊണ്ട് ഷോറൂമിലേക്ക് വന്നേക്ക്. ഞാൻ നിനക്ക് ലംബോർഗിനി ഉറൂസ് തരാം. ആണോ? എന്നാൽ ശരി. ചേട്ടനവിടെ 1 മണിക്കൂർ വെയിറ്റ് ചെയ്യ്, ഞാനിപ്പോൾ പൈസയും കൊണ്ട് വരാം. ഓക്കെ, ഇവിടെ ഷോറൂമിലെ മാനേജർ വിളിച്ചേക്കാൻ കേട്ടാ. അയാളുടെ ഷോറൂമിലെ പുതിയ കാറ് വന്നു, ലംബോർഗിനി ഉറൂസ്. എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഈ പോർസെ കാർ എടുത്തിട്ടേ നേരെ ഷോറൂമിലേക്ക് പോവാം. എന്നിട്ട് ആ ലംബോർഗിനി ഉറൂസ് പർച്ചേസ് ചെയ്യാം. എടാ ജാക്കേ, നിക്ക്, എങ്ങോട്ടേക്ക് പോണേ? റോക്കിയെ, നീ ഇവിടെ നിൽക്കണ്ടായിരുന്നാ? ഒന്നുമില്ല, ആ ഷോറൂമിലെ ഒരു പുതിയ കാർ വന്നു, ലംബോർഗിനി ഉറൂസ്. ഞാൻ ആ വണ്ടി പർച്ചേസ് ചെയ്യാൻ പോവാ. ലംബോർഗിനി ഉറൂസാ? അത് കൊള്ളാലോ. നിന്റെ കയ്യിൽ പക്ഷേ പൈസ ഉണ്ടാ? ഇല്ലടാ റോക്കിയെ, എൻ്റെ കയ്യിൽ അധികം പൈസ ഇല്ല. പക്ഷെ കുഴപ്പമില്ല, എൻ്റെ കയ്യിലേ ഈ ഒരു പോർഷെ കാറുണ്ട്. നമുക്ക് ഈ കാറ് ജസ്റ്റ് മോഡിഫൈ ചെയ്ത് കൊടുത്താൽ മതി, അപ്പോഴും നമുക്ക് ലംബോർഗിനി ഉറൂസ് കിട്ടും. ഹലോ ചേട്ടാ, നിങ്ങൾ എവിടെ നോക്കിയിട്ടാ വണ്ടി ഓടിക്കണേ? നിങ്ങളെന്താ അന്ധനാണോ? അന്ധനാ? നീ എന്നെ അന്ധന്ന് വിളിക്കാറായ? നിക്കട അവിടെ, എങ്ങോട്ടേക്ക് പോണ്? എന്നാ പിടിച്ചോ. ഓക്കെ, അവൻ്റെ കാര്യത്തിൽ എങ്ങനെ തീരുമാനമായി? അവൻ കാരണം എൻ്റെ വണ്ടിയിൽ സ്ക്രാച്ച് വീണു. അതിപ്പോ സീനില്ല. എടാ ജാക്കേ, എങ്ങോട്ടേക്ക് പോണേ? നിക്കവിടെ. ഒരുത്തനെ കൊന്നിട്ടേ നീ എങ്ങനെ രക്ഷപ്പെട്ടു എന്ന് വിചാരിക്കണ്ട. അയ്യോ, ഇതെന്തത്? പോലീസുകാരെ എന്നെ അറസ്റ്റ് ചെയ്യാൻ പോണല്ലോ. ഒരു കാര്യം ചെയ്യാം, ഇവന്മാരെയും കൂടി തീർത്തളയാം. ഒരൊറ്റണത്തിനും വെറുതെ വിടണ്ട. അല്ല, എൻ്റെ പോർഷയ്ക്ക് തീ പിടിച്ചല്ലോ. അതൊരു എക്സ്പെൻസീവ് കാറായിരുന്നു. അതിൻ്റെ കാര്യത്തിൽ തീരുമാനമായി. എന്തുട്ടായാലും ഈ പോലീസുകാരെ വെറുതെ വിടണ്ട. ഇവർ കാരണ എൻ്റെ പോർഷെ കാറിന് തീ പിടിച്ച. ഓക്കെ, ഇവിടെ ഇങ്ങനെ എല്ലാത്തിനും തീർത്ത് കളഞ്ഞേക്കാൻ കേട്ടാ, ഒരാളിനും ബാക്കി വെച്ചല്ലേ. ഇനിയിപ്പോൾ നമുക്ക് ഒരു കാര്യം ചെയ്യാം, ഈ വാഗണർ അടിച്ചു മാറ്റാം, എന്നിട്ട് ഇതങ്ങ് മോഡിഫൈ ചെയ്യാം. നമുക്ക് ഈ കാറില്ലേ, അത് ഗോൾഡൻ കാറായിട്ട് മാറ്റാം. ജസ്റ്റ് ഗോൾഡ് പെയിന്റ് അടിക്കാം. ആ ഷോറൂമിലെ മാനേജർ പിന്നെ പൊട്ടനാ, അയാൾ വിചാരിക്കും ഇത് ശരിക്കുള്ള ഗോൾഡൻ കാറാന്ന്. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. ഇവിടെ പിന്നെ സ്വിഫ്റ്റ് ഉണ്ട് കേട്ടാ. വാഗണറിനേക്കാളും നല്ലത് സ്വിഫ്റ്റാ. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ആ സ്വിഫ്റ്റ് അങ്ങ് അടിച്ചു മാറ്റാം. അല്ല ചേട്ടാ, എനിക്ക് വണ്ടി ഒന്ന് ആവശ്യമുണ്ട്. ഇറങ്ങ വണ്ടിന്ന്. ഇനി മുതൽ ഈ വണ്ടിയെ എൻ്റെ സ്വന്താ. ചേട്ടൻ ആ വാഗണർ എടുത്തോ, വാഗണർ നൈസ് കാറാ. ഓക്കെ, നമ്മളങ്ങനെ ബെന്നിയുടെ വർക്ക്ഷോപ്പിലേക്ക് വന്നേക്കാ. ഇനിയിപ്പോൾ നമുക്ക് ഈ കാറ് പെടയായിട്ട് മോഡിഫൈ ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഇതിൻ്റെ കളർ മാറ്റാം, ഗോൾഡ് കളർ കൊടുക്കാം. പിന്നെ ഗ്ലാസ് ടിൻ്റ് അടിക്കാം, അതും ഗോൾഡ് തന്നെ കൊടുക്കാം. പിന്നെ ഇതിൻ്റെ അലോയ്സ് മാറ്റാം. ഈ അലോയ്സ് വലിയ കുഴപ്പമില്ല, അതിലും നമുക്ക് ഗോൾഡ് കളർ പെയിന്റ് കൊടുക്കാം. വണ്ടി ഇങ്ങനെ മൊത്തത്തിൽ ഗോൾഡൻ കളർ അയക്കാൻ കേട്ടാ. ഈ ടയറിൻ്റെ സൈസ് കൂട്ടാം. പിന്നെ ഇതിൽ നൈട്രോ ഇൻസ്റ്റാൾ ചെയ്യാം, അന്നേരം വണ്ടി നല്ല സ്പീഡിൽ പോവും. ടയർ സ്മോക്കും ഗോൾഡ് കളർ കൊടുക്കാം. നമ്മളങ്ങനെ വണ്ടി മൊത്തത്തിൽ മോഡിഫൈ ചെയ്തുട്ടാ, മൊത്തത്തിൽ ഒരു ഗോൾഡൻ കാറായിട്ട് മാറ്റിയേക്കാ. ഇനിയിപ്പോൾ നമുക്ക് ഒരു കാര്യം ചെയ്യാം, ഈ കാറും കൊണ്ട് നേരെ ഷോറൂമിലേക്ക് പോവാം. എന്നിട്ട് നമുക്ക് ആ ഉറൂസ് അങ്ങ് പർച്ചേസ് ചെയ്യാം. ഞാൻ പിന്നെ ഭയങ്കര എക്സൈറ്റഡാ, കാരണം എനിക്ക് ഉറൂസ് കിട്ടാൻ പോവാ. ഞാൻ പിന്നെ ഈ സ്വിഫ്റ്റ് മോഡിഫൈ ചെയ്തില്ലേ, ഈ കാറ് ഇപ്പോൾ ഓടിക്കാനായിട്ട് നല്ല രസമുണ്ട് കേട്ടാ. റോട്ടിൽ ഭരതനാട്യം കളിക്കുക, അതിപ്പോൾ ഏതായാലും കൊള്ളാം. ഓക്കെ, നമ്മളങ്ങനെ ഷോറൂമിലേക്ക് വന്നേക്കാണ്. വണ്ടി ചെറുതായിട്ട് ഒന്ന് ഇടിച്ചു, പക്ഷെ സീനില്ല, വണ്ടിയിൽ സ്ക്രാച്ച് ഒന്നും വന്നില്ല. ഹലോ ചേട്ടാ, അതെ, എനിക്ക് ആ ലംബോർഗിനി ഉറൂസ് മേടിക്കാൻ ആഗ്രഹമുണ്ട്. എൻ്റെ കയ്യിൽ പക്ഷേ 5 കോടിയില്ല. അതുകൊണ്ട് ചേട്ടൻ ഒരു കാര്യം ചെയ്യ്, ഈ കാണുന്ന ഗോൾഡൻ സ്വിഫ്റ്റ് ഇല്ലേ, അത് ചേട്ടൻ എടുത്തോ. എന്നിട്ട് അതിൻ്റെ പകരമായിട്ട് ആ ഉറൂസ് തന്നേക്ക്. ആണോ? എന്നാൽ ശരി, ഞാൻ ഈ ഗോൾഡൻ സ്വിഫ്റ്റ് എടുത്തോളാം. നിനക്ക് ഞാൻ ആ ഉറൂസ് തരാം. പക്ഷേ വെറുതെ ഒന്നും തരില്ല. അതിനു മുൻപേ ഈ വീഡിയോ കാണാൻ എല്ലാവരും ലൈക്കും സബും ചെയ്യണം.
എന്നാൽ മാത്രമേ ഞാൻ നിനക്ക് ആ ഉറൂസ് തരുള്ളൂ. അത് ശരി, അങ്ങനെയാണല്ലേ. ഗൈസ്, ഈ വീഡിയോ ഇതൊരിക്കും ലൈക്ക് എത്ര ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാട്ടാ. അതുമാത്രല്ല, ചാനൽ ഇതൊരിക്കും സബ് എത്ര ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ കൂടെ സബ് ചെയ്യാ. എടാ ജാക്കേ, ആ ഉറൂസ് ഷോറൂമിൻ്റെ ബാക്കിലുണ്ട്. നീ പോയിട്ട് ആ വണ്ടിയുടെ ഡെലിവറി എടുത്തോ. ആണോ? എന്നാൽ ശരി, ഞാൻ പോയിട്ട് ഡെലിവറി എടുത്തോളാം. ഗൈസ്, ഞാൻ ആ മാനേജറിനെ നൈസായിട്ട് പൊട്ടം കളിപ്പിച്ചേക്കാ. അയാൾക്ക് ഞാൻ ഫേക്കായ ഗോൾഡൻ കാറ കൊടുത്തേ. പക്ഷെ എനിക്ക് പകരമായിട്ട് ലംബോർഗിനി ഉറൂസ് കിട്ടി. അപ്പോൾ ഇതാണ് ആ ലംബോർഗിനി ഉറൂസ്. ഇത് കൊള്ളാലോ, നൈസ് കഴിഞ്ഞിട്ടാ, ഒരു രക്ഷയില്ല. ഇത് പിന്നെ എനിക്ക് ബ്ലാക്ക് കളറിലാണ് കിട്ടിയേ. ബ്ലാക്ക് കളറിൽ കാണാനായിട്ട് നൈസായിട്ടുണ്ട്. അതുകൊണ്ട് പ്രത്യേകിച്ച് മോഡിഫൈ ഒന്നും ചെയ്യണ്ട. ഇതിൻ്റെ അലോയ്സും നൈസായിട്ടാ, ഡയമണ്ട് കട്ട് അലോയ്സാ. എന്നിട്ടാലും നമുക്ക് ഈ കാറൊന്ന് ഓടിച്ചു നോക്കാം. ഇതിന് പിന്നെ ഭയങ്കര സ്പീഡാണ്. നമുക്ക് പറ്റിയെങ്കിലേ ഈ കാറിൻ്റെ ടോപ്പ് സ്പീഡ് നോക്കാം. ഇവിടെ ഇപ്പോൾ റോട്ടിൽ അധികം തിരക്കില്ല. ഇതപ്പോൾ നല്ല സമയമാ. ഇത് പിന്നെ ലംബോർഗിനിയാ. ഈ കാറ് ഭയങ്കര സ്പീഡിൽ പോവും. 300-ന്റെ മേലെ പോവും. പോന്ന് വിചാരിക്കണു. നോക്കി നോക്കാം. ഏയ്, ഇതെന്തത്? ഒന്ന് ചവിട്ടിയപ്പോഴേക്കും 300 കടന്നൂലോ. ഇവിടെ 300 കടന്നു. 400 കടക്കോ? 400 കടന്നു. 500 കടന്നു. 600 കടന്നു. 700 കടന്നു. ഗൈസ്, ഇത് എത്ര സ്പീഡിലാണ് പോയേ? 750. ഗൈസ്, നിങ്ങൾ ശ്രദ്ധിച്ച ആ വണ്ടി 700-ന്റെ മേലെ പോയി. ഇനിയിപ്പോൾ തോന്നിയതല്ലോ, അത് ശരിക്കും 700-ന്റെ മേലെ പോയിണ്ട്. പക്ഷെ എൻ്റെ പൊന്നെ, ഇത് കാർ തന്നെയാണോ? ഇത് കാറാണോ ജെറ്റാണോ? ബുഗാട്ടിക്ക് പോലും ഇത്ര സ്പീഡ് ഉണ്ടാവില്ല. ഏയ്, ബുഗാട്ടിക്ക് ഉണ്ടാവട്ടാ. ഞാൻ ബുഗാട്ടി ശരിക്കും ഓടിക്കാണ്ട. നമുക്ക് പറ്റിയ ബുഗാട്ടി മറക്കാം. എന്തുട്ടായാലും നൈസായിട്ട് കേട്ടാ, ഒരു രക്ഷയില്ല. നമുക്ക് ഒന്നുകൂടെ ടോപ്പ് സ്പീഡ് നോക്കാം. ഇവിടെ എവിടെയെങ്കിലും യൂ ടേൺ ഉണ്ടാ? യൂ ടേൺ ഉണ്ടെങ്കിൽ ഒന്ന് തിരിക്കായിരുന്നു. അവിടെ മുമ്പിൽ ഒരു യൂ ടേൺ ഉണ്ട്. നമുക്ക് ഇവിടെ ഇങ്ങ് തിരിക്കാം. എന്നിട്ട് ഒന്നുകൂടെ ടോപ്പ് സ്പീഡ് നോക്കാണ്ട. ഇവിടെ പിന്നെ വളവുണ്ട്. ഈ വളവ് ഒന്ന് കഴിയട്ടെ. ഗൈസ്, എന്നാലും ഞാൻ എന്തുട്ടാ ഓടിച്ചേ? 700 കിലോമീറ്റർ സ്പീഡിൽ പോണ കാറേ. അതെ, നമുക്കൊന്നുകൂടെ നോക്കി നോക്കാണ്ട. ഇവിടെ ഇപ്പോൾ 300 കടന്നു. 700 കടന്നു. 800 കടന്നു. ഗൈസ്, 700 അല്ല, വണ്ടി 800 കടന്നു. 850.